പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് ലോക നേതാക്കളാണ് വ്ളാഡിമിർ പുടിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൽ പുറമെ പറഞ്ഞു കേൾക്കുന്ന കാര്യം ആഗോള ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടണമെന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഗസ സമാധാന കരാറും ഒക്കെയാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അതിന് തൊട്ടുപിന്നാലെ മറ്റൊരു കോളെത്തി. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു പാലമായി പ്രവർത്തിച്ചോ എന്നൊരു സംശയവും ഇതിനിടയിൽ ഉയരുന്നു. അതിനുശേഷം ഏറെ നാളത്തെ ഒരു അനിശ്ചിതത്വത്തിനൊടുവിൽ ഇല്ലെങ്കിൽ ഏറെ നാളത്തെ ആ ബന്ധം പിരിയലിനൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. അതിന്റെ മുന്നോടിയായിട്ട് ഒരു മഞ്ഞുരുക്കലിന് മുന്നോടിയായി ഇടനിലക്കാരനായി ബെഞ്ചമിൻ നെതന്യാഹു ഇടപെട്ടോ എന്നുള്ള സംശയം ഇവിടെയാണ് ജനിപ്പിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോൾ ആദ്യം എത്തുന്നു, അതിന് പിന്നീട് ഡൊണാൾഡ് ട്രംപിന്റെ കോൾ എത്തുന്നു. ആഗോളപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇരുവരും സംസാരിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മേഖലയിലും ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ അമേരിക്കയും ഇന്ത്യയും പ്രതിജ്ഞാബദ്ധമാണെന്നും ആഗോള സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ടീം ഇന്ത്യയിലുണ്ട്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനുള്ള ഒരു കോളായിട്ടാണ് ഇതിനെ അമേരിക്കയിലെ ചില മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത്. ഏതായാലും മോദി ട്രംപ് ആ അകൽച്ചയ്ക്ക് ഇടയിൽ മഞ്ഞുരുക്കലിന്റെ കോളായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതെന്ന് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ കോൾ എത്തിയപ്പോൾ ഈ ഗസ സമാധാന കരാറും മറ്റുമൊക്കെ ആയിരുന്നു ഇരുവരും സംസാരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കോൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വർഷ അവസാനം, അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷം അവസാനിക്കുക, ആ സമയത്ത് ഒരുപക്ഷെ കരാർ യാഥാർത്ഥ്യമായേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.